കറപ്ഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടി സംവിധാനത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കറപ്ഷൻ ആവാൻ പറ്റൂല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ പൈസ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ വീണ് കിട്ടിയാലും നിങ്ങളത് പോലീസ് സ്റ്റേഷനിലോ എവിടെയും കൊണ്ടു കൊടുത്തിട്ട് നിങ്ങൾ അത് ഒരു മനുഷ്യൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. ചില ആളുകൾ മാക്സിമം കിട്ടാവുന്നത് അടിക്കും. അപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള രീതികളുണ്ടെങ്കിൽ അതിനെ കർശനമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ട്. CPM സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM ഇപ്പം നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നത്, നല്ല പരിചയവും ഇപ്പോൾ CPMകാരായിട്ടുണ്ട്, മറ്റു പാർട്ടിക്കാരുമായിട്ടുണ്ട്. CPM പല ആളുകളും ഇന്ന് അതിഗംഭീരമായിട്ടുള്ള രൂപത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഒരു റിയാലിറ്റി നാട്ടിലുള്ള ആളുകൾ ചോദിച്ചു നോക്കൂ. പക്ഷെ നമ്മളെ ആളുടെ പേരൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതൊരു വസ്തുതയാണ്. എങ്ങനെ ഇത് വന്നു? ഈ വന്നിരിക്കുന്നത് കറപ്ഷൻ വഴി തന്നെയാണ്. അത് പക്ഷേ ഈ യുവജനങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, കാരണം ഈ വിഷയം കരുവന്നൂർ വന്നപ്പോഴേ അവരുടെയൊക്കെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ പൈസ അതിനകത്ത് പോയിട്ടുണ്ട്. ഈ പറയുന്ന DYFIക്കാരൻ്റെയും SFIക്കാരൻ്റെയും അച്ഛനും അമ്മയും കൊടുത്ത പൈസ അതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെടും. എന്താണ് സംഭവിക്കുന്നത് സഖാവെന്ന് ചോദിക്കുമ്പോൾ അത് തുറന്നു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച വരുന്നത്. 5 വർഷം മുമ്പ് പറയാൻ കാരണം 5 വർഷം മുമ്പാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ആളുകൾ തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു. ആ ഒരു കാര്യം പാർട്ടിക്കകത്തുള്ള വിഷയമാണ്. പാർട്ടിക്കാർ അക്കാര്യത്തിൽ ഗൗരവമായിട്ട് അതിന് പരിശോധിക്കേണ്ടതായിരുന്നു. അത് പരിശോധിക്കാനുള്ള ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ്. ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റിയുള്ള ഏത് പാർട്ടിയും ഇത്തരത്തിലൊരു കറപ്ഷൻ തങ്ങളുടെ അകത്തളകളിൽ ഉണ്ടെങ്കിൽ അതിനെ കർശനമായിട്ട് കൈകാര്യം ചെയ്യണം. CPM അത് ചെയ്തിട്ടില്ല. ശരി, ശ്രീ റെജി ലൂക്കോസ്, അതായത് നമ്മളും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ CPM പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ കാണുന്നുണ്ടല്ലോ. അതായത് പഴയ കാലത്തെ പോലെ EP ജയരാജൻ പറയുന്ന പോലെ കട്ടൻ ചായയും പരിപ്പോടെയും കുടിച്ചൊന്നും പാർട്ടി പ്രവർത്തനം നടത്തുന്ന കാലമല്ല ഇത്. അത് സത്യമാണ്. പക്ഷേ ഒരു വ്യക്തമായ തൊഴിലില്ലാതെ, വ്യക്തമായ ബിസിനസ് ഇല്ലാതെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നവർ കോടികൾ സമ്പാദിക്കുമ്പോൾ സ്വാഭാവികമായ ചോദ്യം വരും, ഈ പണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധിയായിരുന്നാൽ പോലും, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലൊരു അംഗം ഒരു വനിതാ മാസികയ്ക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നത് പളനിയിലെ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലിരുന്നുണ്ടാണ്. ആ അഭിമുഖം എടുത്ത ആൾ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പളനിയിലെ ഫാം ഹൗസ് ആണെന്ന്. ഞാൻ തൊട്ട് മുമ്പ് അദ്ദേഹം ഇലക്ഷൻ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ നോക്കുമ്പോൾ ഈ ഫാം ഹൗസൊന്നും അതിലില്ല. ഭാര്യയുടെ പേരിലുള്ള ഒരു 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി, അതിലൊരു ചെറിയ കെട്ടിടം, അത് കേരളത്തിൽ തന്നെയാണ്. ഈ ഫാം ഹൗസ് അതിൽ പറയുന്നേയില്ല. അപ്പോൾ ഈ ഫാം ഹൗസൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന ആളുകൾ ചിന്തിക്കില്ലേ? ഈ പത്രം വായിക്കുന്ന ആൾക്കാർ ചിന്തിക്കില്ലേ? അല്ലാതെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മൾ വസ്തുതകളെ മറച്ചു വെച്ച് ന്യായീകരിക്കുന്നതിന് അർത്ഥത്തിൽ ഇവിടെ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ 3 പേരിലുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഹിൻ്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് മനസ്സിൽ തട്ടുന്നതാണ്, ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ ഓപ്പോസിറ്റുള്ള മനുഷ്യൻ അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം അഭിഭാഷകത്തിൽ നിന്നും അദ്ദേഹം ഒരു ലീഡിങ് അഭിഭാഷകനാണ്. വെറുതെ ചുമ്മാ അഭിഭാഷകനൊന്നും വരാം. ലാഭം കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, അതിൻ്റെ വിഹിതം പാർട്ടിക്ക് കൊടുക്കുന്നു. ഫൈൻ, അങ്ങനെ ആയിരിക്കണമല്ലോ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഞങ്ങളാരും ഈ മുസ്ലിം ലീഗിലെ മുഴുവൻ പ്രവർത്തകർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തത് പറയാത്തത്? നമുക്കൊരു തെളിവില്ലാണ്ട് ആരെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണല്ലോ ചോദ്യങ്ങൾ. ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അതിന് മുമ്പോട്ട് 1-2 കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ അന്വേഷിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള കപ്പാസിറ്റി ഉള്ള അതുപോലെ എങ്കിലും നമ്മൾ സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നൊരു സംവിധാനം എന്ന് പറയുന്നത് സാധാരണക്കാരെ ജനങ്ങളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആളുകളാണ്. ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒക്കെ സഹായം കൊണ്ട് മാത്രമാണ് പഠിച്ച് രക്ഷപ്പെട്ട് വിദേശങ്ങളിലൊക്കെ പോയി ജീവിതം പടുത്തുയർത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലുണ്ട്. പലരും തിരിച്ചടവ് അതല്ലാതെ ഈ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച ആളുകൾ ഇപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റിയൊക്കെ വെച്ച് മേടിക്കുന്ന പലർക്കും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ബാധ്യത പോലും ഈ ബാങ്കിൻ്റെ സാമ്പത്തിക തകർച്ചയിൽ ബാധിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ കരുവന്നൂർ 125 കോടി രൂപ അഴിമതി നടന്നതാണ് ഇപ്പോൾ ED കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട VN വാസവൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ 105 കോടി രൂപ ഞാൻ ആ മിനിസ്റ്ററോട് സംസാരിച്ച 5 കോടി രൂപ മടക്കി കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലും ഈ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഖ്യാനിക്കണ്ട, കിട്ടാക്കടം കിട്ടിയതുകൊണ്ടല്ല, അവിടെ നിന്ന് അനധികൃത ലോൺ കൊടുത്ത് കുമളി കൊണ്ട് റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അനധികൃത വായ്പ, കള്ളവായ്പ കൊടുത്തു.